TVA Cricket League Auction 2024 powered by Blind Esports. അപ്പൊ നമുക്കത് കണ്ടോണ്ടിരിക്കുമ്പോ ദാമുന് ബാൻ വന്നു 22 days. What? ഇപ്പൊ രണ്ടെണ്ണം കയറി കുറച്ച് കഴപ്പ് കാണിച്ചിട്ടുണ്ട്. മുകളിൽ ഇപ്പുണ്ടാണ്ട് ഇപ്പൊ കുറച്ച് ചേർത്ത് ആരൊക്കെന്ന് പറഞ്ഞ ദാമു പപ്പടം കയറി എന്തിനൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ എന്തിനെന്ന്. വാച്ചന്മാരൊക്കെ ഒന്ന് വിളിച്ച് വീശരാൻ പറഞ്ഞ ആരുമായിട്ട് പോയി സിറ്റുവേഷൻ എടുത്ത് എന്ത് കാര്യം വരുന്നല്ലേ, എന്ത് കാര്യം വരുന്നു. അതിനോട് മറ്റേ സാമ്രാജ്യം മറ്റേ ബോഗ് റിജക്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണേ നമുക്ക് ഇനി ബോഗ് കളിക്കാൻ പറ്റും തോന്നില്ലേ സിറ്റിയിൽ. എല്ലാരും റിജക്ട് ആക്കിയാണ്. നമ്മളെ ബോഗ് മുഴുവൻ റിജക്റ്റ് ആണ്. ആകെ കിട്ടുന്നത് ശരിയാ, പവറിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. അയ്യോ മാക്സിമം ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ എഡിറ്റിംഗ് ദിസ് പിക്ചേഴ്സ്. കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? പവേർഡ് കറക്റ്റ് അല്ലേ? വലിയ കിടിലങ്ങളൊക്കെ തെറ്റ് കണ്ടുപിടിക്കാൻ മാത്രം. എന്താ ബാബു നിനക്ക്? ഓ കള്ളൻ കള്ളൻ കള്ളൻ. എടാ കാര്യം പറയട്ടെ മാക്സിമം ബ്രോ, ഞാൻ ലൈവ് തുടങ്ങിയിട്ട് 6:30 പുള്ളിയോട് പറഞ്ഞു. പുള്ളി 7:30 എനിക്ക് സാധനം ചെയ്തു തന്നടാ. ഞാൻ ഇതേ കൂടുതൽ എത്ര പെർഫെക്ഷൻ. താങ്ക് യു സോ മച്ച് മാക്സിമം ബ്രോ, ബിഗ് ഷൗട്ട് ഔട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻസ്റ്റന്റ് എഡിറ്റിംഗ്. താങ്ക് യു സോ മച്ച്. എടാ അപ്പൊ ജിപേ എമൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യോടാ. ജിപേ എമൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യോടാ. ജിപേ വർക്ക് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു മറ്റേ യുപി ലിമിറ്റ് ആയി കാണും കേട്ടോ. ലിമിറ്റ് ആയോന്ന് അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് നമ്പർ അയക്കാൻ പറഞ്ഞാൽ മതി. അങ്ങനെയാണ് അക്കൗണ്ട് നമ്പർ. ജിപേ വർക്ക് ആവാത്ത അക്കൗണ്ട് നമ്പറിൽ ഒന്ന് ട്രൈ ചെയ്തു. കാരണം കൊറേ ഇതാകുമ്പോ നല്ലൊരു എമൗണ്ട് എന്തായാലും എനിക്ക് ഉറപ്പാണ്. നല്ലൊരു എമൗണ്ട് എല്ലാവരും ഇട്ടാണ്, കൺഫേം ആണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ ഇത് കറക്റ്റ് ആയിട്ട് പറയാം. നാളെ പക്കയായിട്ട് പുള്ളി പറയാം. ഇന്നിപ്പോ അവര് റഫായിട്ട് പുള്ളി ഇപ്പൊ പറയും. ഒന്ന് പറ. നാളെ ഗൈസ് ലൈവ് അപ്ഡേറ്റഡ് ആയിട്ട് കാണുന്ന ആൾക്കാരും നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു എമൗണ്ട് ആ അക്കൗണ്ടിൽ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. എനിക്ക് ഫോൺ പേയിൽ അയച്ചപ്പോൾ പോയായിരുന്നു കേട്ടോ. ഫോൺ പേ വർക്കിംഗ് ആണ്. അതാ ഫോൺ പേ ട്രൈ ചെയ്ത് നോക്കിയത് ഗൈസ്. ഫോൺ പേ വർക്കിംഗ് ആണ് ഫോർ നൗ. ഓക്കെ 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 ഓപ്ഷൻ ബിഡിംഗ് 2 CR എമൗണ്ട് മൊത്തം 2 കോടി. ടോട്ടൽ എമൗണ്ട് 2 CR. ഓക്കെ 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 2 കോടി. 2 കോടി രൂപ ഉണ്ട്. നമുക്ക് അതില് ഓരോ ടീമും 10 പ്ലേയേഴ്സിനെ വിളിക്കണം. 10 പ്ലേയേഴ്സിനെ. ഓക്കെ ഓക്കെ 20 പ്ലേയേഴ്സ് ടോട്ടൽ ഉണ്ടാവും. സോ 10 പ്ലേയേഴ്സിനെ എന്തായാലും അല്ല 10. അതെ ഇൻക്ലൂഡിങ് ഇത്. അപ്പൊ 9 പേരെ വിളിക്കണം. 9 പേരെ വിളിക്കണം. ഓക്കെ 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 അതെ ഓക്കെ ഓക്കെ ശരി. 9 പേരെ വിളിക്കണം, വിളിച്ചെടുക്കണം. അപ്പൊ 9 പേർക്ക് ആണ് 2 CR ആണ് 2 ലക്ഷമാണ് വരേണ്ടത്. 2 CR ടോട്ടൽ എമൗണ്ട്. ഓരോരുത്തർക്കും സ്റ്റാർട്ട് ബേസ് പ്രൈസ് 10 ലക്ഷം അറേഞ്ച് വരും. 10 ലക്ഷം അത് മതി. നെക്സ്റ്റ് ഇൻകം ടാക്സ് റൈഡ് തുടങ്ങണടാ. ഇത് ഓൾറൗണ്ടർ പ്ലേയേഴ്സിനൊക്കെ കൂടുതൽ ബേസ് പ്രൈസ് ഉണ്ടായോ? നീ തർക്കിക്കല്ലേ. നമ്മളിവിടെ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നീ അല്ലല്ലേ വിളിക്കുന്നത്, തർക്കിക്കല്ലേ. ഓക്കെ അപ്പം ഇതില് വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷമാണ് ഓൾറൗണ്ടറിന്റെ ബേസ് വാല്യൂ. 10 ലക്ഷം. 10 ലക്ഷം രൂപ ഉണ്ട് നിങ്ങൾക്ക്. 10 ലക്ഷം വെച്ചിട്ട് 2 കോടി ഉണ്ട് കയ്യിൽ. മതി, അത് മതി. ഓക്കെ അപ്പോ 10 ലക്ഷം ഓൾറൗണ്ടറിന്. ബൗളറിന് 8 ലക്ഷമാണ്. 8 ലക്ഷമാണ്. ബാറ്റ്സ്മാനും 8 ലക്ഷമാണ് വരുന്നത് ബിഡ് എമൗണ്ട്. അപ്പോ ക്യാപ്റ്റൻ മിനിമം, അതായത് ഓരോ ബിഡിങ് കഴിയുമ്പോഴും ലൈക് ബാക്കിയുള്ളവരെ വിളിക്കാനുള്ള, അതായത് 10 ലക്ഷം ഇൻറ്റു 8 80 ലക്ഷം മിനിമം കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ. മനസ്സിലായോ? അതറിയാലോ എത്ര പ്ലേയേഴ്സ് ഉണ്ടോ ഇൻറ്റു 10 മിനിമം കയ്യിൽ കീപ്പ് ചെയ്ത് പോകണം. ഓടി വന്നിട്ട് എറിയണോ ബാബു? അങ്ങനെയൊക്കെ ഉണ്ടോ? മാങ്ങ എറി, എല്ലാം എറി അലൗഡാണ്. എറിയണം. ഒറ്റ തവണ തറ പിച്ച് ചെയ്യാവും. 3 പ്രാവശ്യം ഔട്ടെന്നൊക്കെ പറഞ്ഞിരുന്ന അടിച്ചു തല പൊട്ടിക്കും കേട്ടാ. മിനിമം എറിയണം. വൈഡൊക്കെ കറക്റ്റ് നോക്കും. അമ്പയറൊക്കെ ഉണ്ട്. വൈഡൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കും.
അമ്പയറെല്ലാം അടിയാവണ്ണ സത്യം. അതാ. അത് സത്യം കണ്ണച്ചേട്ടൻ ഉള്ളോണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഉം. സോ അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ടീമിനെ ഷോക്കേസ് ചെയ്യുവാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ടീമിനെ കാണാം. ഓക്കെ. കൂടൽ കിങ്സും വർക്കല വാരിയേഴ്സും. അപ്പൊ ഇതിലെന്താ വേദം? പിന്നെ വർക്കല വാരിയേഴ്സ്, അപ്പൊ ഇതാണ് നമ്മുടെ കൂടൽ കിങ്സിന്റെ ക്യാപ്റ്റൻ ആണ് പരന്തു വാസു. ആൻഡ് നമ്മുടെ വർക്കല വാരിയേഴ്സിന്റെ ക്യാപ്റ്റൻ ആണ് മിസ്റ്റർ സരക്കടാനി. അപ്പോ ഇവര് തമ്മിലാണ് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ബിഡിങ് ഇവിടെ ആക്ച്വലി നടക്കാൻ പോകുന്നത്. സോ ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് പ്ലെയറിനെയാണ്. ഓക്കെ, ഓരോ തവണ പ്ലെയറിനെ കാണിക്കുമ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ട്, കാരണം നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായി? അപ്പൊ അതിന്റേതായ ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവും. ഓക്കെ സെറ്റ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലെയർ ഞാൻ സെലക്ട് ചെയ്തോടെ പുള്ളിയെ. ഓക്കെ, വന്നില്ല. സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. കെണ്ട അഭിനയം അവന്റെ. ഓക്കെ, എടാ ഒരു നല്ല ഫോട്ടോ എങ്കിലും കൊടുക്കായിരുന്നടാ. നോക്കട്ടെ ഈ പാട്ടി കഴിവേറിട്ടേ. നല്ല ഊമ്പിക്കലടേ ബാബു. ഒരു ഫോൺ തനിക്ക് ഞാനില്ല, ഞാൻ എന്തായാലും പറഞ്ഞില്ല. നോട്ട് എന്തെങ്കിലും ഉണ്ടോ? നോട്ട് എന്റെ രായ നീ ഒന്ന് എഴുതിക്കോളൂ. രായ എല്ലാ സാധനങ്ങളും ആരൊക്കെ എത്ര വാങ്ങിച്ചു, അത് 2 സെലീൽ ബ്രോയുടെ സരക്കന്റെ പേര് എഴുതിയിട്ട് 2 കോടി ഇങ്ങനെ എഴുതിയിട്ട് അതിന്റെ ഇപ്പുറത്ത് വാങ്ങിച്ച ആള് പ്രൈസ്, പിന്നെ അടുത്ത ആള് ബാലൻസ് കയ്യിലുള്ള. അപ്പൊ ഫസ്റ്റ് ബിഡ് ആരാ ചെയ്യുന്നത്? നിങ്ങൾ ആരാ ആദ്യം വിളിക്കുന്നേ? ഒരാൾ വിളിച്ചോളൂ, കുഴപ്പമില്ല, എന്തായാലും ബിഡിങ് ആണ്. സോ മണവാളൻ ബേസിക്കലി ഒരു ബൗളർ ആണ്. പുള്ളി ബൗൾ ചെയ്യുന്നത് ഏകദേശം ബൗളിംഗ് തുടങ്ങുന്നത്. 9 ലക്ഷം രൂപ സരക്കണ്ണൻ 9 ലക്ഷം രൂപ ബൗളർ മണവാളന് വേണ്ടി. എത്ര ലക്ഷമാണ് കൂട്ടി വിളിക്കാൻ പറ്റുന്നത്? നമുക്ക് 5 lakhs വെച്ച് ബിഡ് ചെയ്യാം. അല്ല 5 അല്ല 5 വേണ്ട, മാക്സിമം 5. മിനിമം നമുക്ക് 50,000. അല്ല 1 മതി. ഞാൻ വിളിച്ചു. ഞാൻ 10 ലക്ഷം. 10 ലക്ഷം ഞാൻ 11. ഞാൻ 14 ലക്ഷം. 14 ലക്ഷം 200 കിലോമീറ്റർ എറിയുന്ന മണവാളിന് വേണ്ടിട്ട് 15 വിളിച്ചു. ഞാൻ 16 വിളിച്ചു. 16 ലക്ഷം മാങ്ങ എറിയ മണവാളന് വേണ്ടിട്ട്. ഞാൻ 17 വിളിച്ചു. ഞാൻ 18. വേറെയും പ്ലേയേഴ്സ് ഉണ്ട്. 18 ലക്ഷം. 19 വിളിച്ചു. 20 ലക്ഷം മണവാളന് കൊടുക്കുന്നു. ഇതാ 20 ലക്ഷം. 21 വിളിച്ചു. മണവാളനെ വയസ്സിനോട് ബന്ധിപ്പിച്ച് 21 ലക്ഷം. 22. 23 ലക്ഷം. മണവാളം മാങ്ങയായിരുന്നു. വേണ്ട ഞാൻ കണ്ടല്ലോ, എനിക്കറിയാലോ എത്ര. എനിക്ക് വേണ്ടത് 23 ലക്ഷം രൂപയ്ക്ക് മണവാളൻ സോൾഡ് ടു മിസ്റ്റർ വർക്കല വാരിയേഴ്സ് സരക്കടാനി.
അവന്റെ കാലിന് എന്തോ ഒരു ഇഞ്ചറി പറ്റിയെന്നോട്ടോ പറഞ്ഞേ. കൺഗ്രാറ്റ്സ് എന്നാ. അവന് ലീവില്ലെന്ന് അറിഞ്ഞത്. ഇല്ലല്ല ഉണ്ടെന്ന് പറയാം. നേരത്തെ തൊട്ട് പ്രാക്ടീസിന് പോയി ടർഫിലാണെന്നാണ് അറിയാം. എന്നിട്ട് വിളിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. സിനിമ ഇല്ലല്ലേ? സിനിമ ഇല്ലല്ലേ? സോറി, നമ്മള് വീണ്ടും നമ്മുടെ ടീം വ്യൂല് പോയിരിക്കുകയാണ്. ഓക്കെ. സോ മണവാളിനെയാണ് നമ്മളിപ്പോ അവസാനമായി സെയിൽ ചെയ്തിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്യണം. ആരാ നോട്ട് ചെയ്യുന്നത്? അതൊക്കെ ഉണ്ട്. ഇത് ഇടാതിരിക്കാൻ പറ്റുമോളാ ഇത്? ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാണിക്കും. നോട്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്തതായിട്ട് വിൽക്കാൻ വരുന്നത് ഇതാ. നിങ്ങൾ ആ ഒരു എക്സ്പ്രഷൻ ഇല്ല, ഇറക്കണ്ട നോക്ക്. ഓക്കെ, അടുത്തതായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കാണാൻ പോവുകയാണ്. ഓക്കേ. ഇതാ അടുത്ത ബാറ്റ്സ്മാൻ. ബാറ്റ്സ്മാൻ ആണ് വന്നിരിക്കുന്നത്. ബോബ്, അൾട്ടിമേറ്റ് ബോബാണ് ബാറ്റ്സ്മാൻ ഓപ്ഷനിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ബോബിന് നമ്മൾ തുടക്ക വില 8 ലക്ഷം. 8 ലക്ഷം. 8 ലക്ഷം രൂപയ്ക്ക് ഇല്ലല്ലോ ഇത്. എങ്ങനെ തുടങ്ങും 8 ലക്ഷം രൂപയ്ക്ക്? 12 ലക്ഷം. 12 ലക്ഷം. 20 ലക്ഷം. എടുത്തു. ഉത്സവത്തിന് വേണ്ടി പോലീസ് കേസായിട്ട് കിടക്കണമെന്ന് പറഞ്ഞ ആള്. വന്നില്ലെങ്കിൽ തക്കതായ ബാറ്റിൽ ഒരു ബോളെങ്കിലും കൊള്ളിച്ചാൽ മതി. അതൊക്കെ എവിടെയും പൊക്കോളും. കൊള്ളത്തില്ല. ആള് വീശിക്കോളും. എനിക്കറിയാം, ഞാൻ വീശിക്കോളും. 20 ലക്ഷം രൂപയ്ക്ക് ബോബിനെ പിടിക്കുക. ഇപ്പോ മിച്ചം എമൗണ്ട് സരക്ക് ഡാനിയുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് 87 കോടി. 177 1 കോടി 77 ലക്ഷം. 1 കോടി 77 ലക്ഷം. 1 കോടി 80 ലക്ഷമാണ് 2 വിളി കഴിഞ്ഞപ്പോ വരുന്നത്. സോ നമ്മൾ ടീം വ്യൂയിലേക്ക് വീണ്ടും പോവുകയാണ്. എനിക്ക് ഡിലേ ഉണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മണ്ണിൽ കാലുകുത്തുന്നത്, ഒരു മിനിറ്റ്, പുള്ളിയുടെ കഴിവ് എന്താണെന്ന് ഞാൻ വായിച്ചു. കഴിവ് എഴുതിയൊക്കെ അയച്ചെന്നാ. ചന്ദ്രു ഓക്കെ, അടുത്ത കഴിവിട്ടവനെ ഞാൻ കഴിവുള്ളവരെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഓൾറൗണ്ടർ ട്രിക്കി ഗാർഡ്. വിഷയം പ്ലെയർ 10 ലക്ഷം. 10 ലക്ഷം ബേസ് വാല്യൂ വിളിച്ചുകൊണ്ട് സരക്കണ. 12 13 ലക്ഷം. 15 17 19 പുള്ളിക്ക് ക്രിക്കറ്റ് അറിയില്ല. അടുത്ത വാസം എടുത്തോ. ട്രിക്കി ആദ്യം കഴിവ് ചോദിച്ചപ്പോ ഞാൻ ഗോളി ഇരിക്കാന്നാണ് പറഞ്ഞത്. പറഞ്ഞവനായിരുന്നു. 18 ലക്ഷം രൂപയ്ക്ക് സെയിലായിരിക്കാണ്. ടീം 18 അല്ല 19 ആണ് പറഞ്ഞത്. സരക്കാണാണ് വിളിച്ചതെന്ന് തോന്നുന്നത്. 19 അങ്ങനെ 1 ലക്ഷം രൂപ 1 രൂപ ഉറച്ചില്ല. ഡിസ്കൗണ്ട് അത് തർക്കിക്കാൻ ഒരാളായി. അടുത്തതായിട്ട് വരുന്നത് മറ്റൊരു കഴിവെന്തായിരുന്നു? ഇതില് 3 കാറ്റഗറിയേ ഉള്ളൂ. എനിക്ക് തന്നിരിക്കുന്ന ലിസ്റ്റില് ബൗളർ, ബാറ്റ്സ്മാൻ, ഓൾറൗണ്ടറും ഊമ്പൻ.
നെറ്റിയാണത്. നമ്മളപ്പോ ഈ കാറ്റഗറി ആയിട്ട് അത് ബന്ധിപ്പിക്കുകയാണ്. സോ കൂടുതൽ കിങ്സിന്റെ കൈ അവശേഷിക്കുന്ന ഒരു CR 61 ലക്ഷം. ഓക്കെ ഓക്കെ ഡിസ്പ്ലേ തീറ്റ മത്സര പരിപാടിയായിരുന്നെങ്കിൽ ഞാളൊക്കെ വിളിച്ചേനെ. ഇതിപ്പം പുള്ളിയുടെ കഴിവ് ഉൾപ്പെടെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ടിവിയുടെ മലിംഗ മലിംഗ മുടി ഫ്രീ ആണ് പുള്ളിയെ ആളൊരു വിളിക്കുന്നത്. ഫീൽഡർ ആണ് കണ്ടിട്ട്. അതെ, കണ്ടിട്ട് ഒരു ഫീൽഡർ തന്നെയാണ്. സരക്കെ എല്ലാത്തിനും എന്റെ തല്ലടിച്ചാൽ വെള്ളം മേടിക്കണ വെട്ടിയുടെ കൂടെ ഞാൻ പോയിട്ടുള്ളതാ. കുനിയാ ഓൾറൗണ്ടറാ. ഞാൻ കണ്ടതാണ് വീഡിയോ ഒന്ന്. ഓക്കെ, നമുക്ക് അവസാനത്തെ സൈഡിലേക്ക് മാറ്റായത്. അല്ല ഇതിനെ വിളിച്ചു പോ ചാനലും വിളിക്കില്ല. മറ്റേ ഫുട്ബോൾ കൊണ്ട് പറഞ്ഞ ആളാണ് കളിക്കാൻ വേണ്ടിട്ട്. ലാസ്റ്റ് വിളിക്കാം. അവസാനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കളിയിൽ ഇതിലെ ആദ്യത്തെ സ്കിപ്പിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അൺസോൾഡ് ആദ്യത്തെ അൺസോൾഡ് വിത്ത് ഫോട്ടോ. ഓക്കെ, സോ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? എനിക്ക് അല്ലേ ബാബുശേട്ടൻ? നോക്കൗട്ടായ ബോസ് ആണ് അടുത്ത പ്ലെയർ. അല്ല, ബോസ് അല്ല നമുക്ക് വരുന്നത് അടുത്തതായിട്ട് ഒരു ബൗളർ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ എനിക്ക് അറിയാവുന്നവരാ ബാഗ് ഇട്ട് വരുന്ന സിറ്റിയില്. നീ തന്നെ അല്ലല്ല, ഞാൻ ബൗളറല്ല. ബൈ. ഓക്കെ, അടുത്തതായിട്ട് ഒരു ബൗളർ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഓക്കെ നോക്കട്ടെ. 8 ലക്ഷം. അണ്ണ എറിയണ അവനെ ബോൾ താടി ഗ്രീസ് ലൈനിൽ തട്ടും. ഞാൻ 9 ലക്ഷം 9 ലക്ഷം രൂപയ്ക്ക് സരക്കനെ വിളിച്ചിരിക്കുകയാണ്. 10 എടുത്തോ. 10 ലക്ഷം രൂപ. 12 15 കേറ്റി 16 ഇനി ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? 16 ലക്ഷം ഒരു തരം, 16 ലക്ഷം 2 തരം. ബൗളർ എറിയും, നീട്ടി എറിയും. സരക്ക് ഡാനി സ്വന്തമാക്കിയിരിക്കുകയാണ്. ബൗളർ ബൊബായ്. എത്രയ്ക്ക്? 16 ലക്ഷം രൂപയ്ക്കാണ് ബൗളർ ബൊബോയെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി വർക്കല വറേഴ്സിന്റെ ഒരു CR 61 ബാക്കി. അതൊക്കെ കുഴപ്പമില്ല. അടുത്ത വിളിക്കട്ടെ. ചോദിക്കും പറഞ്ഞാൽ മതി. ചോദിക്കാൻ പറഞ്ഞാൽ അല്ല, ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ. സോ അടുത്തതായിട്ട് വരുന്നത് മറ്റൊരു ഓൾറൗണ്ടർ ആണ് എത്തി നോക്കുന്നത്. സോ ഓൾറൗണ്ടറിനെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുകയാണ്. സോ ഒരു ഓൾറൗണ്ടർ വന്നിരിക്കുകയാണ്. സൂപ്പർ. അതാ ആർക്കും പക്ഷേ കുഴപ്പമില്ല, അൺസോൾഡ് ഒരു കാറ്റഗറി ഉണ്ട്. ബേസ് പ്രൈസിന് എടുക്കാം. അതിൽ കൂടെ 10 ലക്ഷം രൂപ ഓൾറൗണ്ടർ ആണെങ്കിൽ 8 ലക്ഷം രൂപ എടുക്കാം. അതിൽ പറഞ്ഞ 10 ലക്ഷം. ഓൾറൗണ്ടറാണ് കളിക്കും. മറ്റേ ഇത് കളിച്ചെനിക്ക് ഇപ്പോഴും അതെന്ത് ബൗളിംഗ് അത് തിരുവാതിര ബൗളിംഗ് ഇപ്പോഴും ഓർമ്മയുണ്ട്. വേണ്ട 8 ലക്ഷം രൂപയാണെങ്കിൽ തന്നെ ഞാൻ കഷ്ടിച്ചെടുക്കാം. ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ അൺസോൾഡ് ഇത്രയും അപമാനം കേൾപ്പിക്കുന്നത് നല്ലത്. അൺസോൾഡ് ആക്കുന്നതാണ് ബാക്കിയുള്ള പ്ലേയേഴ്സിനെയും കൂടെ. 10 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപ ബേസ് പ്രൈസ് രൂപ എടുക്കാം. 10 ലക്ഷം രൂപ ബേസ് പ്രൈസ് തരുമെങ്കിൽ എടുക്കാം. അതിൽ കൂടുതൽ 1 രൂപ ബേസ് പ്രൈസ് വിളിച്ചോളൂ. അതിൽ കൂടുതൽ നിങ്ങള് വേണേ 15 ലക്ഷം എടുത്തോണ്ട് വെക്കുക. എനിക്ക് വേണ്ട. ഓക്കെ, അപ്പൊ സരക്കൻ ആനി സ്വന്തമാക്കിയിരിക്കുകയാണ് 10 ലക്ഷം. ചീപ്പസ്റ്റ് പ്ലെയർ ഇൻ ദ ഹിസ്റ്ററി.
അപ്പൊ നമ്മുടെ ഇന്നത്തെ ടൂർണമെന്റിൽ ഏറ്റവും ചീപ്പായിട്ട് വിറ്റ് പോയിട്ടുള്ള ഒരു 10 പ്ലെയർ ലക്ഷത്തിന്റെ ഇത് നീ ഇവിടെ കാണിക്കണം. ഫീൽഡ് ചെയ്ത് തീർക്കണം. ബാറ്റിംഗ് ബൗളിംഗ് അറിയാം. ബോളിംഗ് കിടലായിട്ട് ക്യാച്ചിങ് ഒക്കെ ക്യാച്ചൊക്കെ വിഷയമാണ് കണ്ണാപ്പിയുടെ. മിസ് ചെയ്തോ. അടുത്താണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്റെ പ്ലെയറിന്റെ കഴിവ്. ഒരു സെക്കൻഡ്. കഴിവില്ലാത്തവരാണല്ലേ? കഴിവില്ലാത്തവരാണ്. അതെ, കഴിവില്ലാത്തവന്മാർ എല്ലാരും ചൂസ് ചെയ്തിരിക്കുന്ന കാറ്റഗറിയാണ് ആൾറൗണ്ടർ എന്ന് തോന്നുന്നതില്ല. ഓക്കെ, സോ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ കാണാം. പേരിൽ തന്നെ ബോള് ഒരുപാട് സ്പീഡിൽ എറിയും എന്ന് പറയുന്ന വ്യക്തി. പിന്നെ ആകെ വെളി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ ദുബായ് കഫേയിലാണ്. സ്പീഡ് ഞാൻ വിളിച്ചു 15 ലക്ഷം സ്പീഡ്. 16 സ്പീഡ് ബൗളർ. 20 സ്പീഡ് ബൗളർ. ഇവരെ പറ്റി ആർക്കെങ്കിലും അറിയാവട്ടെ? 20 അണ്ണാ ഒരു പരിപാടി ഇല്ലേ അണ്ണാ? കൊല്ലത്തെ തേച്ച് ബോളർ ചെയ്യുന്ന ചുമ്മാ അടക്കിരി ആണല്ലേ? എത്ര? 16 പേരിൽ സ്പീഡ് മാത്രമേ ഉള്ളൂ. 20 മാസ്റ്ററിനോടെ കേറ്റിയൊക്കെ വിളിച്ചു. അണ്ണൻ പറഞ്ഞ കേട്ടില്ല തിരക്കണ്ണ. സ്പീഡ് സോൾട്ട് പരന്തുവാസു ഫോർ 20 lakhs. ഓക്കെ, വീട് വരുമോ? ഓക്കെ, 20 ലക്ഷം രൂപയ്ക്ക് വിറ്റിരിക്കുകയാണ്. ഈഗിൾ അത്ര നിൽക്കും കേട്ടാ. പണ്ണ് ഞാൻ ഉറപ്പാണ്. ഇനി വരൂലേ? സത്യം ഇപ്പം ഓർഡർ അനുസരിച്ച് 50 ലക്ഷം രൂപയ്ക്ക് വിളിച്ചു കഴിഞ്ഞു. 1 ലക്ഷം കൂട്ടി തന്നു എനിക്ക് ഫ്രീ ആയിട്ട്. 49 ലക്ഷം. 51. ഞാൻ 49 ലക്ഷം രൂപയ്ക്ക് വിളിച്ചോളൂ. കണ്ണാപ്പി വിളിച്ചത് മറന്നു. 10 ലക്ഷം രൂപ. 10 ലക്ഷം കണ്ണാപ്പി, 16 ലക്ഷം പോയി, 24 ലക്ഷം 23 മണവാള 23 ലക്ഷം. മണവാള. അപ്പൊ മൊത്തം എത്ര? 49 ലക്ഷം. കറക്റ്റ്. അണ്ണാ ഒരു സിആർ 51 ലക്ഷം ഞാൻ അവശേഷിക്കുന്നു. 59 ലക്ഷം 3 പേര്. ഒരു സിആർ 41 ലക്ഷം അവശേഷിക്കുന്നു. കൂടൽ കിങ്സ് വന്നിരിക്കുകയാണ്. 49 ഒരു ബൗളറിനെ ഷോക്കേസ് ചെയ്തിരിക്കുകയാണ്. മാമൻ ദ ബൗളർ. വന്നിരിക്കുന്നത് 8 ലക്ഷം. കൂടുതലാണ് വേണ്ട. ഇതൊക്കെ 1000ന്റെ പട്ടുകയിൽ ലക്ഷത്തിന്റെ പട്ടുകയിൽ വരേണ്ടല്ല. ആകെ അവൻ ലാസ്റ്റ് 8 വർഷത്തിൽ ആകെ പിടിച്ചത് അവന്റെ ബാള് മാത്രമാണ്. വേറൊരു ബാളും പിടിച്ചിട്ടില്ല. കൊട്ടിവിട്ടോളൂ. അൺസോൾഡ് ബെന്നിയോട് അൺസോൾഡ് മാറ്റി എഴുതിയാൽ ആരൊക്കെയാന്ന്? ബെന്നിയും ഇവരും മാമനാണ് അൺസോൾഡ്. ലാസ്റ്റ് ഏതെങ്കിലും ഒരാൾ തലയിൽ വരും കേട്ടോ, ഉറപ്പായി. കണ്ണാപ്പിനെ 10 എടുത്ത് ഭവിഷ്യത്. ഓ, കണ്ണാപ്പി പിന്നെ ലാസ്റ്റ് മറ്റേ ഫീൽഡിങ്ങിന്റെ പേരിൽ 10 ഏറ്റവും ലോവസ്റ്റ് വാല്യൂ പ്ലെയർ എന്നുള്ള എടുത്ത്. ഓക്കെ, അടുത്തതായിട്ട് എല്ലാരും ഇച്ചിരി നിങ്ങള് എത്രത്തോളം നിങ്ങൾക്ക് അറിയും അറിയില്ല, അറിയാതിരിക്കാനും അറിഞ്ഞിരിക്കാനും സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ്. സോ ഒരു ആൾ റൗണ്ടർ എന്നല്ല, ആൾ സ്ക്വയർ എന്ന് പറയാം. ഷോക്കേസ് ചെയ്തിരിക്കുകയാണ്. ജോക്കി ഞാന് 15 ലക്ഷം രൂപ ജോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നു. 15 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ പൈസ വിലപ്പെട്ടതാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. 21. 23 ശമ്പളം കിട്ടണം.
24. 25 ലക്ഷം. എനിക്കൊന്ന് റെക്കോർഡ് വിളിയാണ്. 25 ലക്ഷം രൂപയുടെ റെക്കോർഡ് വിളിയാണ് നടന്നിരിക്കുന്നത്. 26 ലക്ഷം കടിക്കുകയാണ്. എല്ലിൻ കഷണത്തിന് വേണ്ടി കടിക്കുന്ന പോലെ ജോക്കിക്ക് വേണ്ടി കടിക്കുകയാണ്. 27. ഓക്കെ പക്ഷേ ഞാൻ കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടയ്ക്ക് ക്രിക്കറ്റുമായി ബന്ധമില്ലെങ്കിലും അതിനു മുന്നേ ഒരു വെൽ നോൺ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. അതെ അതെനിക്കറിയാം. ജോക്കിയുടെ കാര്യം എനിക്കറിയാം. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വർത്ത് പ്ലെയർ ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഫീൽഡിംഗ്, ബൗളിംഗ് ആൻഡ് എവറിത്തിങ്. ഓക്കെ, മാച്ച് ഔട്ട് ആവല്ലോ സരക്കണ്ണ. നല്ല രസമുള്ളൂ. ജോക്കി വരൂ, അതാണ് എന്റെ സംശയം. നിന്റെ ടീം മൊത്തം വരാത്ത ടീമാണ്. എന്റെ ഊഹം അനുസരിച്ച് ഇതൊരു മറ്റൊരു അൺസോൾഡ് പ്ലെയറിനെയാണ് ഞാൻ. പിന്നെ വള്ളി ടീമെല്ലാം കഴിഞ്ഞ് അമ്പത്തൂരാണ് അത്. സക്കീർ തന്നെ ആള്. എന്നെ സരക്ക് വിളിക്കും കേട്ടോ. തെറ്റിയവിടെ ചന്ദ്രന്റെ ബാറ്റിംഗ് വാഗൊണ്ട് വരെ ബോള് പിടിക്കുന്ന കടിച്ചു പിടിക്കാൻ വരെ ശേഷിയുള്ള ഒരാളെന്ന് കാണിക്കുന്നതാണ്. ഇത് കടിക്കോ ഈ ഐറ്റം? ലോക്കോയിൽ എഗ്രിമെന്റ് പോയപ്പോ ഉണ്ടായിരുന്ന ഓഫ്ലൈൻ പിക്ചറാണിത്. ഇതേതാ അഗ്രസീവ് ആണല്ലോ. ചന്ദ്രനെ ഞാൻ എടുത്ത് 10 ലക്ഷം രൂപ ഞാൻ എടുത്ത് ചന്ദ്രനെ. 10 ലക്ഷം രൂപ ആൾറൗണ്ടർ. വിളിച്ച് 10 ലക്ഷം രൂപ. ഒരു 12. ഞാൻ ശരിക്കും 13. 15 ചന്ദ്രൻ. 15 ലക്ഷം രൂപയ്ക്ക് ചന്ദ്രൻ 15 ലക്ഷം. എടാ ബാബു, എടാ നിന്നെ TV പോലെ എടുത്തില്ലല്ലോടാ പട്ടി. എന്നെ കാണിച്ചിടാ മണ്ടായിന്. നിന്നെ 15 ലക്ഷം സർക്കണൻ വിളിച്ച് എടുത്തിരിക്കുന്നു. കളിക്കോ? അപ്പൊ അടുത്ത പ്ലെയർ വരട്ടെ. അപ്പൊ അടുത്ത പ്ലെയറിനെ നമ്മള് ഡിസ്പ്ലേ ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ചന്ദ്രനാണ് എടുത്തേ. സരക്കണ്ണ. ചന്ദ്രൻ നമ്മളൊരു ടീം. ഓക്കെ, കണ്ണാപ്പി അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അടുത്ത പ്ലെയർ വരട്ടെ. അടുത്ത പ്ലെയറിനെ ഷോക്കേസ് ചെയ്തിരിക്കുകയാണ്. കപ്പുമായി വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കപ്പോട് കൂടി നിൽക്കുന്ന ഒരു പ്ലെയർ ആണ്. അല്ല, അതൊരു എത്രയാണ് ബാറ്റ്സ്മാൻ അല്ലേ? ബേസ് പ്രൈസ് 8 ലക്ഷത്തിന് തരാമെങ്കിൽ ഓക്കെ. 8 ലക്ഷത്തി 1 രൂപയുടെ ഞാൻ 9 ലക്ഷം. 9 ലക്ഷം ബാബുനെ എടുത്തോ. 9 ലക്ഷം. 15 ലക്ഷം രൂപ എടുത്തോളാം. കളിക്കും നല്ല കളിയാ. 18 വിളി. 20 ലക്ഷം. 21 ലക്ഷം. 22 22 ലക്ഷം. 25. അയ്യോ, ഇത് ഞാനാണല്ലോ. പിന്നെ ഇവിടെ ബാക്കി കളിക്കുന്നൊക്കെ സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ അല്ലേ? ജോക്കിക്ക് നിനക്ക് പോരേ വല്ല 27. ജോക്കിക്ക് 27 എടുത്ത്. ജോക്കിന് 27 എടുത്ത്. അതാ ഞാൻ 27 വിളിച്ചു. 27.
30 വിളി അണ്ണാ കേറ്റി. അണ്ണാ ബാഡ്മിന്റൺ കപ്പ് പിടിച്ചിട്ടാണ് ക്രിക്കറ്റ് പ്ലെയർ കേട്ടാ. അതുകൊണ്ടാണോ ഞാൻ എടുക്കട്ടെ? അല്ലല്ല വെയിറ്റ്. ആ എടുത്തു. ഓക്കെ ബാബു, അപ്പൊ ഞാൻ എടുത്തേ. 27 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് സരക്കണ്ണൻ. എന്നെ സരക്കണ്ണനിലെ ഏറ്റവും ടോപ്പ് വിളിച്ചത് സരക്കണ്ണ. ഓക്കെ, ടർഫ് നമ്മുടെ ബാബു. ഉള്ള പണി കൊടുക്കാൻ നമുക്ക് പണികളൊക്കെ ഉണ്ട്. വേറെ സാധനങ്ങൾ എന്താണ് നിങ്ങൾ നിന്റെ ടീമിലിപ്പോ ആള് കുറവാണ്. 2 അൺസോൾഡുകളെ കിട്ടും. കിട്ടുന്നത്. അടുത്തത് ടോപ്പ് റിക്വസ്റ്റഡ് ഒരു പ്ലെയർ ആണ് അടുത്തതായിട്ട് നമ്മൾ ഷോക്കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതോ കിടയാണ് കേട്ടാ, കൂട്ടത്തിലെ കിഴ എനിക്കൊന്ന് പിത്തളാന്ന് തോന്നുന്നു. കൂട്ടത്തിൽ ഏതോ കിഴ വന്നപ്പോ പെട്ടെന്ന്. ഓക്കെ, നിശബ്ദത. ഇതോ നീഗൻ സ്മിത്ത്, അതായത് ബ്ലൈൻഡ് ടു ബോർ. എനിക്കൊന്ന് പബ്ജി അല്ലാതെ ജീവിതത്തിൽ ഗെയിം പോലും വേറെ കളിച്ചിട്ടില്ല. എടുത്തോ. എത്ര ഇവര് ബേസ് പ്രൈസ് എത്ര? 10 ലക്ഷമാണ്. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. 10 രൂപ അതിൽ കൂടുതൽ ആള് കളിക്കും. ഓടാറങ്ങി നിന്റെ നീ പോയപ്പോ വിളി അങ്ങോട്ട്. പിന്നെ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് വെറുതെ എടുത്തു. 10 ലക്ഷം. ആളെ മറ്റേ ഷണ്ണേഷ് മൊണ്ണേഷുള്ള 2 എണ്ണം കേറും ടീമില്. പിടിക്കൂല. ആള് ഓരോ പിടിക്കാത്ത ടീമുകളൊക്കെ എടുക്കാൻ പോണത്. നോക്കട്ടെ അണ്ണാ ഫീൽഡിൽ കുറച്ചുനേരം സെറ്റ് ചെയ്ത് 10 ലക്ഷമാണ്. 10 ലക്ഷം. അടുത്ത ആളുടെ ഞാൻ പെട്ടെന്ന് എടുത്തോട്ടെ ഇനി. ഓക്കെ, അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഈ പുള്ളിയും എന്തുകൊണ്ട് ഓൾറൗണ്ടർ എന്ന് പേര് കൊടുത്ത് ഇത്രയും ഇതാവുന്നു എനിക്ക് അറിയില്ല, പക്ഷെ ഒരു ഓൾറൗണ്ടർ ആണ്. ഗുലാൻ എത്രയാണ് ഓൾറൗണ്ടർ അല്ലേ? ബേസ് 10 ഞാൻ എടുത്ത് 15 20 ലക്ഷം. സരക്ക് എത്ര വിളിച്ചേ? 21 22 21 24 25 26 27 28 29 30. ഓക്കെ, ഇത് ഒരാളെ എടുക്കാൻ വേണ്ടി തലയിലടിച്ചതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ക്രിക്കറ്റ് പ്ലെയർ ആണ്, അതാണ് വേറെ. പക്ഷെ അതല്ല, അവൻ വരൂല, അവന് വയറുവേന. വരാതിരുന്നാ എനിക്ക് അറിഞ്ഞൂടാ. അവന് വയ്യണ്ട, അവൻ ഇന്ന് തന്നെ വിളിച്ച് അവൻ കളിക്കോ മെയിൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. ആര് ഗുലാനാ? അതാര് പറഞ്ഞ? ഞാൻ ചുമ്മാ അവർക്ക് വിഷമം പറഞ്ഞ 30 ലക്ഷം മുടക്കി. ഞാൻ കണ്ടല്ലേ. കുഴപ്പമില്ല. 30 lakhs Gulan sold to. ഇതിപ്പോ റിയൽ ഓപ്ഷൻ ആയിരുന്നെങ്കിലേ ഇപ്പൊ ഈഗിളിപ്പോ രാജന്റെ മുന്നിട്ട് നോട്ടം നോക്കുവായിരുന്നു. പ്രോത്സാഹനം ഉണ്ടല്ലോ. ഈഗിൾ ബ്രോക്ക് എത്ര എനിക്ക് 1 2 3 4 പ്ലേയേഴ്സ്, 5 പ്ലേയേഴ്സ്. ഞാനോട് ചേർത്ത് 6. അല്ല 5 പ്ലേയേഴ്സ്. അപ്പൊ 5 പ്ലേയേഴ്സ് 9 പേരെ വിളിക്കുള്ളൂ. 5 പേരെ വിളിച്ചു. അപ്പൊ ഈഗിൾ ബ്രോക്ക് ഇനി 4 പേരെ വിളിക്കണം. കയ്യിൽ മിച്ചം 40 ലക്ഷം രൂപ മിനിമം ഉണ്ടായിരിക്കണം. അല്ലല്ല 84 ലക്ഷം രൂപ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതാണ്. അടുത്ത് സരക്കണ്ണൻ എത്ര പ്ലേയേഴ്സ് ഉണ്ട് കയ്യില്? 1 2 4 5 6 പേര്. 6 പേര്, മിച്ചം 99 ലക്ഷം. ഓക്കെ, സപ്പോസ് സരക്കണ്ണന്റെ കയ്യില് ഒരു 30 ലക്ഷം രൂപ മിനിമം ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഗുലാം വരുമോ? വയറുവേദന. അടുത്തത് ടോപ്പ് നോച്ച് പ്ലെയർ
നമ്മള് വിളിച്ചിരിക്കുകയാണ്. മറ്റൊരു ആൾ റൗണ്ടർ ആണ്. നോക്കട്ടെ ടോപ്പ് മോസ്റ്റ് പ്ലെയർ ആരും നോക്കട്ടെ. തിലകൻ. ഷക്കീർ ബോള് താഴെടാ. ബാളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ വിളിക്കണം. ഓൾറൗണ്ടർ അല്ലേ? ആ ഏതോ വിളിച്ചോ സാറൊക്കെ. എനിക്ക് എന്ത് നേർച്ചല്ലോ ഉണ്ട്. അഴുക്കും ചാലോ എന്റെ ടീമിൽ പറ്റൂല. എന്തെങ്കിലും പ്ലേയേഴ്സ് വേണം. ലൈവിൽ കണ്ടോണ്ടിരിക്കുന്ന ആള് ആ കടലിലെ കൂടെ ഒഴുകി പോ. എനിക്കൊന്നും അൺസോൾഡിലേക്കാണോ നിങ്ങൾ അൺസോൾഡ് പ്ലേയേഴ്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യണേ. ഒരു മാമൻ അൺസോൾഡ് ഉണ്ട്. ആരും വിളിക്കണില്ല. ആള് വിഷയം ബെന്നിയുടെ മാസോന്റെ ടീമിൽ തന്നെ കൺഫേം എന്റെ പെർസ്പെക്റ്റീവ് അടുത്ത ആളുടെ കഴിവ് നോക്കട്ടെ. എല്ലാ കഴിവില്ലാത്ത ഒരാൾ റൗണ്ടറാ. എല്ലാരും ചെല്ലാണ്. കളിക്കാതെ കളി ജയിപ്പിക്കാൻ കഴിവുള്ള ആൾ. ഓ കണ്ടൻ ചേട്ടൻ. അത് കാണാൻ വയ്യ. 10 ജയിപ്പിക്കാൻ 10 10 10 10 20 20 15 20 20 20 25 30 25 45 40 45. അല്ലല്ല വെയിറ്റ്, ഇനി എത്ര രൂപയ്ക്കൊക്കെ വിളിക്കാം? എനിക്ക് 40 വെച്ച് ബാക്കി വിളിക്കല്ലേ. എനിക്കപ്പം 59 വരെ വിളിക്കാം. അല്ല 3 പ്ലേസിനെ എടുക്കണം. നമ്മൾ 30 ലക്ഷം രൂപ ബാക്കി വെക്കണം. അത്രേ ഉള്ളൂ. 59 40 വിളിച്ചപ്പം. അല്ല എനിക്ക് എത്ര രൂപ ബാക്കിയുണ്ട്? 84 ലക്ഷം. 84. 1 2 3 4 5 പ്ലേയേഴ്സ് എനിക്കിപ്പം. 6 പ്ലേയേഴ്സ്. അപ്പം എനിക്ക് 3 പ്ലേയേഴ്സിനുള്ള 30 ലക്ഷം വെച്ചിട്ട് വിളിക്കാം അല്ലേ? അപ്പൊ എനിക്ക് എത്ര വരെ വിളിക്കാം? 54 വരെ. 54 വരെ. ഇപ്പൊ എത്രയായി? 45 46 47 48 49 50 51 52 53 54 ഊമ്പി. ബാക്കി പ്ലേയേഴ്സ് വേണ്ട, അങ്ങ് വെക്കണ്ട. അപ്പൊ 54 ലക്ഷം രൂപ. 55 വിളിച്ചാ? വിളിച്ച് 55. അപ്പൊ ഇനി അതാർക്ക് കിട്ടി? സരക്കണ്ണനെ മൊത്തം എനിക്ക് ശരത്തേനുണ്ട് ഇന്റർനാഷണൽ. മെയിൻ ഫോട്ടോ അപ്പൊ വിളിച്ചെന്ന മൂടൊക്കെ പോയെന്ന് എനിക്ക് മനസ്സിലായി. വിളി അടുത്താളെ ഇത് ഞാൻ അടിച്ചേപ്പിക്കുക. ഇത് ഞാൻ അടിച്ചേപ്പിക്കുന്നത്. ചന്ദ്ര അവിടെ ഫീൽഡേഴ്സ് ഇട്ട് പണ്ട് അതൊക്കെ 18 വയസ്സിൽ അതൊക്കെ കഴിഞ്ഞു. അല്ല ചന്ദ്രൻ, ഓപ്പോണന്റ് ചന്ദ്രൻ മാത്രല്ല. അൺസോൾഡ് ഓൾറൗണ്ടർ 10 ലക്ഷം. എത്ര? 11 12 12 13 18 പിന്നല്ല സരക്കണ്ണനെ വിളിക്കാൻ പറ്റില്ല. പറ്റും 57 വരെ പറ്റൂ. അല്ലല്ല 54 അല്ലായിരുന്നു. എനിക്ക് മൊത്തത്തിൽ എത്ര ബാക്കി ഉണ്ടെന്ന് നോക്ക്. 44 ലക്ഷം. 44 ലക്ഷം ഉണ്ട്. എനിക്കിപ്പോ 44 അണ്ണൻ എത്ര വരെ വിളിക്കണം? എനിക്ക് 2 വരെ വിളിച്ചാൽ മതി. 34 വരെ വിളിക്കാം. അണ്ണന് 34 വരെ എന്തോ വിളിക്കാമല്ലോ. ഈഗിൾബുറോട് എത്ര ഉണ്ട്? 44. എനിക്ക് 24 വരെ വിളിക്കാം. 24 വരെ വിളിക്കാം. ഈഗിൾബുറോയ്ക്ക് എനിക്കൊന്ന് അതിൽ കൂടുതൽ വിളിക്കാൻ പറ്റും. 84 ലക്ഷം. 86 ഉണ്ട്. ഞാൻ 25 എടുത്ത് 84. 25. ഓക്കെ ഓക്കെ. 25. സോ കണ്ണൻ ചേട്ടൻ എത്രയൊക്കെ വിളിച്ചാ ഞാൻ 57 55.
വേറെണ്ടാ ഇനി വരുന്നത് പയ്യനുണ്ട് 4 5 6 തീർന്നല്ലേ? 7 പേരല്ലേ എന്റെ പ്ലേസ്. ഇനി ഒരാളുടെ ഉള്ളു. ഒരാളുടെ കൂടെ ഉള്ളൂ. ബാക്കി അതെ, answer ആ, ആണ്. ആയിക്കോട്ടെ. റെബല നോക്ക്. അല്ലല്ലോ ഒരാളല്ല. ഓൾറൗണ്ടർ മീശയില്ലാത്തോണ്ട് ബോളില് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി അവിടെ വെച്ചാണ് കെവിനെ അപ്പുറത്ത് വിട്ടു കൊടുത്തിട്ട് മാമൻ എടുത്തിട്ട് വാസുണ്ട് മറ്റേ ബെന്നിയെണ്ണ ഞാൻ എടുത്ത് കെവിനെ എത്ര ഓൾറൗണ്ടർ 10 ലക്ഷം. ഇല്ല ഞാൻ വിളിക്കുകയാണ്. ഞാൻ 24 വരെ വിളിക്കാറുണ്ട്. 25 വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചോ. കെവിനെയോ? ഇനി ആരൊക്കെ ഉണ്ട്? ബെന്നിയെണ്ണ മാമനും. ഇനി ആരൊക്കെ ഓപ്ഷൻ എത്ര പേരുണ്ട് ഇനി? മാമൻ ഇവനും. അല്ലല്ല പിന്നെ ഉണ്ട് ആളുണ്ട് ഇനി. അല്ല 4 പേരേ ഉള്ളൂ. അങ്ങനെയാണ് 25 രൂപ എടുത്ത്. 25 എടുത്ത്. അപ്പൊ ഈകളുടെ മൊത്തം 50 പോയല്ലേ മൊത്തം? 50 പോയി. ഓക്കെ അവനെടുത്തോ. 1 2 അപ്പൊ 50. അപ്പൊ ഈകളിന് ഇനി 34 ലക്ഷം രൂപ ബാക്കി. 34. എനിക്ക് 44. എനിക്ക് 44 ഉണ്ട്. പക്ഷേ വാസുണ്ണ ഒരാളെ വിളിച്ചാ പോരെ? അല്ലല്ല 1 2 3 4 രണ്ടുപേരെ 5 വിളിക്കണം. 6 നിങ്ങൾ 7 രണ്ടുപേരെ 20 വിളിക്കണം. ലക്ഷം കയ്യിൽ വെച്ചിട്ട് ഈഗിൾബ്രോയ്ക്ക് ബാക്കി എടുക്കാം. വെന്നി ഒരു തലയിലായോ? അല്ല 10 ലക്ഷം. അണ്ണാ ഒരു പയ്യനില്ല, അമ്പത്തൂർ സംഘം ഉണ്ട്, അതല്ലേ? അമ്പത്തൂരപ്പ അടുത്തത്. അപ്പൊ അമ്പത്തൂരിന് അടുത്തല്ലോ അടുത്ത വിളിച്ചു. എടാ അമ്പത്തൂർ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല അത്ര പേരുണ്ടെന്നാ. കുഴപ്പമില്ല കുഴപ്പമില്ല. പക്ഷെ അമ്പത്തൂരിനെ വിളിച്ചില്ലല്ലോ അപ്പൊ പറയുമ്പോ. അടുത്ത അമ്പത്തൂർ. ലാസ്റ്റ് പ്ലെയർ അമ്പത്തൂർ. ലാസ്റ്റ് പ്ലെയർ അമ്പത്തൂരാണ്. അതെ. അമ്പത്തൂര് എത്രയാണ്? ഒരു മിനിറ്റ് പിക്ക് കാണിക്കട്ടെ. നോർമൽ പിക്കാ. എന്നാ പിന്നെ കാണിക്കണ്ട, വിളിച്ചോ. അല്ല അമ്പത്തൂരെ കാണി. ഫോട്ടോ ഒക്കെ തോന്നുന്നു. ഫോട്ടോ കണ്ടോ? ഒരു ക്രോമിന്നൊരു വെള്ളച്ചന്തി എടുത്തിട്ടാലും മതി. പപ്പടം ഒന്നുമില്ല ഗൈസ്. ഇവന്മാരൊക്കെ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ് മറ്റേ ഇതാക്കുന്ന കാറ്റഗറിയാണ്. അവരെ പറ്റി സംസാരിക്കില്ല ഇവിടെ ദേവി. അത് പാരീസിന്റെ വിജയ്ക്ക് ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സാണ്. അവൾ എടുത്തോണ്ട് ഇടാൻ വരുന്നത്. എനിക്ക് എത്ര വിളിക്കാൻ പറ്റും? 34 ലക്ഷം രൂപ ബാക്കി. 34 ലക്ഷം രൂപയില് നീ രണ്ടുപേരെ വിളിക്കണം. 27 ലക്ഷം വരെ വിളിക്കാൻ പറ്റും. ഞാൻ ഒരു 8 9 10 10 തുടങ്ങേണ്ടിരുന്നത്. കുഴപ്പമില്ല, പോട്ടെ. 12 മൈൽസ് അല്ലേ ബാബുശേട്ട്? 13 മൈൽസ് ഇല്ല 14 15 മൈൽസ് വരത്തില്ല. 16 17 18 മാമനെ പിടിക്കാൻ നമുക്ക്. ബാസ് എടുത്തോ. ഓക്കെ 52 എടുത്ത്. എത്രയാണ്? അമ്പത്തൂർ സോൾഫോർ 18. വാസുണ്ട്. ഇനി എത്ര ബാലൻസ് ഉണ്ട്? ഇല്ല എനിക്കിനി ഒരാളെ നിങ്ങൾ തന്നാ മതി. ആരാന്ന് വെച്ചാ. അത് മെന്നിയാണ്. ഞാൻ മാവനെ സെക്യൂർ എടുത്തോളാം. ഓക്കെ അപ്പൊ മെന്നി ഞാൻ എടുത്ത്. മാമൻ സക്കീർ. ഓക്കെ അല്ല, കൊടുത്തു. മാമന് സക്കീറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവോ ടീം? ഒന്ന് കൊടുത്ത് 2 വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ ടീം ബോബ്, ട്രിക്കി, സ്പീഡ്, ജോക്കി, ഗുലാൻ, രായൻ, ഗാലക്സ്, അമ്പത്തൂര്, മെന്നി, ഞാന്. ഓക്കെ നമ്മുടെ ടീം നമ്മുടെ ടീമാണ്. അപ്പൊ നമ്മുടെ ടീം പറയുന്നത്, നമ്മുടെ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നമ്മുടെ ടീം മണവാളൻ, ബോബോയ്, കണ്ണാപ്പി, ചന്ദ്രൻ, ബാബു, ടുബോർഗ്, പിത്തള്, മാമൻ, സക്കീർ, ഞാൻ. ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയാം. നീ AP പാടോ എല്ലാം വെച്ചോ നിന്റെ അണ്ടി എറിഞ്ഞിട്ടില്ല. ഞാൻ ഉറപ്പ് പറയാം. ബോളിംഗ് ചന്ദ്ര എനിക്ക് കളി തോറ്റാലും വൈഡ് പോയാലും കുഴപ്പമില്ല. ഒന്നി നിന്റെ തല അല്ല നിന്റെ സാധനം. നിന്റെ തല അല്ല നിന്റെ സാധനം. ഇതിലായിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ഉറപ്പാണ്. ഒരു മാറ്റവും ഹെൽമെറ്റ് ഹെൽമെറ്റ് പാടൊന്നും